കൂട്ടം കിട്ടൂല ചത്തിട്ട് മേലെ കിട്ടൂല നദി കൂട്ടം കിട്ടൂല ചത്തിട്ട് മേലെ കിട്ടൂല. ഇതെവിടുന്ന്? എന്റെ കൂട്ടുകാരന്റെ CD പ്ലെയറാ. 2 ദിവസം കൂടെ ഇരിക്കട്ടെ. നദി കൂട്ടം കിട്ടൂല ചത്തിട്ട് മേലെ കിട്ടൂല 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 കിട്ടൂല. എടാ നാളെ കല്യാണത്തിന് വരുന്നുണ്ടോടാ നീ? ഏയ് എനിക്ക് കുറെ പഠിക്കാനുള്ളതാ. പരീക്ഷ ഇങ്ങ് എത്തി. ഇത് തീർത്തിട്ട് ഞാൻ പോവാ പഠിക്കാൻ. ഹലോ, അച്ഛൻ നാളെ വീട്ടിലില്ല. അവന്മാരോട് പറഞ്ഞേക്ക് സെറ്റ് ചെയ്യാൻ. ഓക്കെ. How can you calculate the total marks of a student and he... പോരെ, പുറത്തൊന്നും പോരുത്, ഇരുന്ന് പഠിച്ചോണം. അതത്രേ ഉള്ളൂ. സെന്റർ ടു ദ ബോട്ടം റൈറ്റ് കോർണർ സെൽഫ് സീ ദാറ്റ് ദ മൗസ് കോർണർ പോയിന്റ് ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈസ് ഇന്നത്തെ പരിപാടി. ഷിയാസ് ഭായ്, നമ്മളെ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുവോ? പിന്നെ ഈ പ്രായത്തിലെ പിള്ളേരല്ലേ, വീട്ടിൽ ഒരു അവസരം കിട്ടിയ അവന്മാര് വെറുതെ വിടുവോ? ഇപ്പൊ ഒരുത്തൻ CD ആയിട്ട് വരും, നോക്കി. കയ്യിലെന്താ പാമോയില? കണ്ട കണ്ട ബിയാനല്ലേ പോണത്? അതാരാ അത്? ആറാംകുട്ടികളെ കള്ളുടിയും തുടങ്ങിയ പണി ചെറുതായിട്ട് പാളിയോ എന്നൊരു സംശയം. ഇനി അവനായിരിക്കും CD ആയിട്ട് വരുന്നത്. ആര്? അലൻ, എന്റെ മോനല്ലേ, എനിക്കറിയാം. ഇത് CD അല്ലല്ലോ, AD അല്ലേ? ഷിയാസ് ഭായ്, പിള്ളേര് വല്ലാണ്ട് വളർന്നു. എല്ലാം നല്ലത് നടക്കണേ. സുന്നത്ത് നടത്താൻ പറ്റിയ സമയം. അയ്യോ, എന്ത് പറ്റി? വെള്ളം വേണം. കൂട്ടം കിട്ടൂല ചത്തിട്ട് മേലെ കിട്ടൂല നദി 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 കൂട്ടം കിട്ടൂല നദി മേലെ കിട്ടൂല നദി കൂട്ടം കിട്ടൂല നദി മേലെ കിട്ടൂല നദി കൂട്ടം കിട്ടൂല നദി മേലെ കിട്ടൂല. കട്ടിയതാല കത്തിയോടെ കത്തി. കട്ടി എന്താടാ? ഒരു മിനിറ്റ്, സമ്മതിക്കത്തില്ല. അങ്ങോട്ടൊന്ന് റെഡിയായി വരുമ്പോ എന്താടാ? അയ്യോ, മോനെ അടങ്ങിക്കിടക്കണം. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ. വരവായെ ഭീകര രൂപം ഇന്ന് വീഴ്ത്തിട്ട് മുന്നിലടയാളം ഞാൻ പണ്ടേ കണ്ട സ്വപ്നം. വരവായെ ഭീകര രൂപം ഇന്ന് വീഴ്ത്തിട്ട് മുന്നിലടയാളം ഞാൻ പണ്ടേ കണ്ടത് സ്വപ്നം. ഇനിയോടാനില്ല വഴിയും പഴുതും ആകെ അടച്ച് കുരുക്കി ഡൊസ്സ വന്നുടനടി കൈകാലാകെ പിടിച്ച് വലിച്ചു തിരിച്ച് ഇല്ല നടപടിയാവൂലെന്നാലും തിരിയാനും കഴിയൂല ബലമെടുത്താലും കത്തുക കട്ടി സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാ. മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവില് കുഴച്ച് കഴിക്കണം. നല്ല നെയ്ച്ചോറും മട്ടനുമാ. വീട്ടിലിതാഘോഷം ഓ സൽക്കാരത്തില് മൊത്തത്തി മാതാരം മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവില് സുന്നത്ത് കല്യാണോ വീട്ടിലിതാഘോഷം ഓ സൽക്കാരത്തില് മൊത്തത്തി മാതാരം മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവില് സുന്നത്ത് കല്യാണോ വീട്ടിലിതാഘോഷം ഓ സൽക്കാരത്തില് മൊത്തത്തി മാതാരം നല്ല വേനെടുത്തോ. ഏയ് ഒരു എഡ്ജ്, ഒരു ഷേപ്പിന്, ഒരു ഫിനിഷിങ് കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെയാണ്. പിള്ളേരെയൊക്കെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാനാണ് സാറ് പ്രശ്നം. മിക്സഡ് മാറ്റിയാൽ തന്നെ ഒരുവിധം എല്ലാം ശരിയാവും. ഓരോരോ നിയമങ്ങൾ നമ്മളൊക്കെ പഠിക്കുമ്പോ ഇങ്ങനായിരുന്നു. ഇതേ കണ്ടില്ലേ? എന്ത് ചെയ്യാനാ സാറേ, ചോദിക്കാൻ പോയാൽ നമ്മൾ സദാചാരക്കാരോ? ഇതിനൊക്കെ ഒടുക്കത്തെ ഫ്രീഡം ആണ്. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. എന്താ സാറേ? എന്താണ് പരിപാടി? ബുക്ക് മേടിക്കാനായിട്ട്. ബുക്ക് മേടിക്കാനായിട്ട്. സ്റ്റെയർ കേസിന്റെ അടിയിലാണോ ബുക്ക്? സത്യം പറയണം, എന്താ പരിപാടി? ഇല്ല സാറേ, അങ്ങനൊന്നും ഇല്ല. എന്താടി നിന്റെ കയ്യില്? ഒന്നുമില്ല സാറേ. എന്താ കയ്യിലെന്ന്? നമ്മുടെയൊക്കെ പുറകിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം മാത്രമേ. കുറെ എണ്ണം ക്ലാസ് കിട്ടി സിനിമയ്ക്ക് പോയിരിക്കാം. ഇതൊന്ന് കേട്ടെ. കേട്ടല്ലോ കേട്ടല്ലോ. ഇത് ഇപ്പൊ തന്നെ അവരുടെ വീട്ടിലങ്ങ് അറിയിച്ചേക്കാം. അയ്യോ സാറേ, വീട്ടിൽ അറിയിക്കല്ലേ. അറിയണോടാ, നീക്ക് എന്തിനാ സ്കൂളിൽ വരുന്നതെന്ന്? സ്റ്റെയർ കേസിന്റെ അടിയിലും ബുക്ക് മാറ്റില്. എന്തെങ്കിലും സംഭവിച്ച പിന്നെ നമ്മൾ സമാധാനം പറയണ്ടേ? ഇല്ല സാറേ, വീട്ടിലറിയിക്കണം, അതാ നല്ലത്. ആ അത് തന്നെയാ നല്ലത്. സാറ് പറയാ എന്താ ചെയ്യണ്ടേന്ന്. മാഡം ഒന്നും ആലോചിക്കുന്നില്ല. ഇവന്റെയൊക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. വിളിക്കല്ലേ സാറേ. മാഡം ഒരു മിനിറ്റ്. ശരി, നിങ്ങളുടെ വീട്ടിൽ പറയാതിരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. ക്ലാസ് റൂമിൽ ആരൊക്കെ മൊബൈൽ കൊണ്ടുവരുന്നുണ്ടെന്നും ആരൊക്കെയാണ് ക്ലാസ് റൂമിൽ പ്രേമിക്കാൻ വരുന്നതെന്നും ഞങ്ങൾക്കറിയണം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിട്ടേക്കാം. ചുവന്ന കരങ്ങൾ
ആര് അല്ലേ നിന്റെ അനിയത്തി എന്തിയടാ? ക്ലാസ്സിൽ കാണും സാറേ, ഏ ക്ലാസ്സിൽ കാണും. ഉറപ്പാണോ? ഉറപ്പാ. മൊത്തം കുഴപ്പാണല്ലോടാ.